അമുൽ പാൽപ്പൊടിയുടെ പരസ്യത്തിൽ ബൊമ്മക്കുട്ടി പോലെ തോന്നിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം പണ്ട് പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പാവക്കുട്ടി തന്നെ, പ്രത്യേകിച്ച് വികാരങ്ങളോ ലക്ഷ്യങ്ങളോ ഇല്ലാത്ത ഒരാൾ. സ്പൂൺ ഫീഡ് നൽകി മാതാപിതാക്കൾ വളർത്തുന്ന കുട്ടി. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥതലങ്ങൾ. ഇവയിൽ നിന്നാണ് അമുൽ ബേബി എന്ന പ്രയോഗം വരുന്നത്. ഇനി സമാനമായ മറ്റൊരു ഉദാഹരണം പറയാം. ഹിന്ദി ഹൃദയഭൂമിയിലെ കുട്ടികളെ, പ്രത്യേകിച്ച് മണ്ടന്മാരായ കുഞ്ഞുങ്ങളെ കളിയാക്കി വിളിച്ചിരുന്ന ഒരു പേരുണ്ട്, പപ്പു. പേര് അറിഞ്ഞാലും ഇല്ലെങ്കിലും ഒക്കെ അവർ പപ്പു പപ്പു എന്ന് കുട്ടികളെ വിളിക്കും. പപ്പു വിളി ദേശീയ തലത്തിൽ ഇന്ത്യൻ ജനത കേട്ടതും ശ്രദ്ധിച്ചതുമെല്ലാം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് കോൺഗ്രസ് നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാരനെ അവതരിപ്പിച്ചപ്പോഴാണത്. ഇറ്റലിക്കാരിയുടെ മകൻ, രാഷ്ട്രീയത്തിൻ്റെ ABC അറിയാത്തവൻ എന്ന് തുടങ്ങി നിരവധി ആരോപണങ്ങളും ആക്ഷേപങ്ങളും കേട്ടുകൊണ്ടായിരുന്നു രാഹുലിൻ്റെ രാഷ്ട്രീയ പ്രവേശനം. അതിൽ 10 വർഷത്തോളം സ്ഥിരമായി അദ്ദേഹം കേട്ടത് ഈ പപ്പു വിളിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റപ്പോൾ ഇക്കാലം അത്രയും വ്യക്തിഹത്യ നടത്തിയവർക്കുള്ള നിശബ്ദ മറുപടിയായി അത് മാറി. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിന് വേണ്ടത്ര അംഗങ്ങളില്ലാത്തതിനാൽ ഒഴിഞ്ഞുകിടക്കുന്ന പോസ്റ്റിലാണ് രാഹുൽ ചുമതലയേറ്റത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇനി CBI ഡയറക്ടർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ, ചീഫ് വിജിലൻസ് കമ്മീഷണർ തുടങ്ങിയ പ്രധാന ഉദ്യോഗസ്ഥരുടെ നിയമന നടപടികളിൽ രാഹുൽ ഭാഗമാകും. പബ്ലിക് അക്കൗണ്ട്സ്, പബ്ലിക് അണ്ടർടേക്കിങ്ങുകൾ, എസ്റ്റിമേറ്റ്സ്, നിരവധി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റികൾ തുടങ്ങി നിർണായക സമിതികളിൽ അദ്ദേഹം അംഗമായിരിക്കും. ഈ നിയമനങ്ങളിൽ ഭൂരിഭാഗത്തിൻ്റെ സെലക്ഷൻ പാനലിൽ പ്രധാനമന്ത്രിയും ഒരു കേന്ദ്രമന്ത്രിയും ഉൾപ്പെടുന്നതിനാൽ സർക്കാരിന് 2-1 മേൽക്കോയ്മയുണ്ട്. എങ്കിലും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുലിൻ്റെ അഭിപ്രായം കൂടി കേൾക്കേണ്ടി വരും. 54-കാരനായ രാഹുൽ ഗാന്ധി കുടുംബത്തിൽ പ്രതിപക്ഷ നേതാവാകുന്ന 3ാമത്തെ അംഗമാണ്. VP സിംഗ് സർക്കാർ അധികാരത്തിലിരുന്ന 1989-90 കാലത്ത് അദ്ദേഹത്തിൻ്റെ പിതാവും മുൻ പ്രധാനമന്ത്രിയുമായ രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി സർക്കാർ അധികാരത്തിലിരുന്ന 1999-2004 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മയും മുൻ UPA ചെയർപേഴ്സണുമായ സോണിയാഗാന്ധി ഈ സ്ഥാനം വഹിച്ചു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയും പാർലമെൻറ്റ് മന്ദിരത്തിൽ ഒരു ഓഫീസും സ്റ്റാഫും രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും. 1977 പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാക്കളുടെ ശമ്പളവും അലവൻസുകളും നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ട ഒരു നിയമപരമായ പദവിയാണ് പ്രതിപക്ഷ നേതാവ്. പാർട്ടിയെ നയിക്കുന്ന ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭയിലെ അംഗം എന്നാണ് ഈ നിയമം പ്രതിപക്ഷ നേതാവിനെ നിർവചിക്കുന്നത്.